നമസ്കാരം. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും ഒരുപക്ഷെ കോൺഗ്രസിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്ന ഒരു നേതാവാണ് സുധാകരൻ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കണ്ണൂർ പോലത്തെ ഒരു CPM-ൻ്റെ ഉരുക്ക് കോട്ടയിൽ നിന്നും ഒരു MP ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. അത്തരത്തിൽ തൻ്റെ രാഷ്ട്രീയ മണ്ഡപം അതാക്കിക്കൊണ്ട് അവിടെ ജീവൻ മരണ പോരാട്ടം നടത്തി തനിക്കെതിരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നപ്പോഴും കൊലപാതക ശ്രമം നടന്നു. ഇതിനെതിരെ താനും തൻ്റെ എന്താ പറയുക കുടുംബക്കാരും താമസിക്കുന്ന വീടിന് നേരെ പോലും ആക്രമണം ഉണ്ടാകും, ബോംബുകളുണ്ടാകും. അതിനെല്ലാം അതിജീവിച്ച് വളർന്നു വന്ന ഒരു നേതാവാണ് K. സുധാകരൻ. ഇപ്പോൾ കേരളത്തിൽ മൊത്തം ചർച്ച നടക്കുന്നത് സുധാകരനും കോൺഗ്രസും രണ്ട് തട്ടിൽ, അല്ലെങ്കിൽ സുധാകരനും മുഖ്യമന്ത്രിയും രണ്ട് തട്ടിൽ എന്നുള്ള തരത്തിലേക്ക് ചർച്ച നടക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ DCC പോലും അറിയാതെ എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ഗുണ്ടകൾ വരികയും അത് രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ തണ്ടറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിനന്ദനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നടത്തിയത് എന്നുള്ളത് പറയുന്നുണ്ട്. പല മാധ്യമങ്ങളും ഇത് പറഞ്ഞത് DCC അറിയാണ്ട് DCCയുടെ പരിപാടി സുധാകരൻ നടത്തി എന്നുള്ളതാണ്. പക്ഷേ DCCയും പറഞ്ഞിട്ട് തങ്ങൾ അറിഞ്ഞിട്ടില്ല, തങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പരിപാടി നടന്നിട്ടില്ല എന്ന് DCCയും. പിന്നീട് അതിന് മറുപടി എന്നോണം സുധാകരൻ പറഞ്ഞത് താൻ ഒരു ഔദ്യോഗിക പരിപാടിയല്ല ഇത്, അനൗദ്യോഗിക പരിപാടി മാത്രമാണ് എന്തെന്നുള്ളതും തൻ്റെ നേതൃത്വത്തിൽ കൂടി എന്നുള്ളതും മാത്രമാണ്. പക്ഷെ അപ്പോഴും വലിയ ചർച്ചാ വിഷയം അവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹം നടത്തിയ പരിപാടിയിൽ ഒരുപാട് ഗുണ്ടകളുണ്ട്, അല്ലെങ്കിൽ ഗുണ്ടാ ലിസ്റ്റിൽ പേരിട്ട പല നേതാക്കന്മാരുണ്ട്. കൊലപാതക ശ്രമത്തിലോ അല്ലെങ്കിൽ പലതരത്തിലുള്ള നേതാക്കന്മാർ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നുള്ള വലിയ തരത്തിലുള്ള ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട്. പക്ഷെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ പോലത്തെ ഒരു സ്ഥലത്ത് അദ്ദേഹം പലപ്പോഴും പിടിച്ചു നിന്നത് ഇത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് കൊണ്ട് തന്നെയാണ്. കാരണം അതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അടിക്കടി തിരിച്ചടി കൊടുക്കുക എന്നുള്ള രീതിയിൽ കോൺഗ്രസിനെ പിടിച്ചു നിർത്താൻ കണ്ണൂരിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് കൊടുത്ത സംഭാവന അത് സുധാകരൻ മാത്രമാണ്. സുധാകരൻ അല്ലാണ്ട് കണ്ണൂരിൽ മറ്റൊരു പേരില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ നടന്ന നിയമസഭാ ഇലക്ഷനിൽ സുധാകരൻ്റെ പേര് വേണം നിർബന്ധം പിടിച്ചപ്പം കോൺഗ്രസ് അവസാനം AICC പറഞ്ഞത് ആരും ഒരു MP-മാരും മത്സരിക്കേണ്ട എന്ന് പറയുകയും ഏറ്റവും അവസാനം കണ്ണൂർ സീറ്റ് സുധാകരൻ്റെ വിശ്വാസത്തിന് പറഞ്ഞതിന് ആ ഒരു വിട്ടുവീഴ്ചയിലാണ് കോൺഗ്രസ് AICC പോലും ഒതുങ്ങിയത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ഈ വിഷയം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളോട് വരുന്നുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ നിലവിലെ മുഖ്യമന്ത്രിയുടെ തട്ടകത്തി പോയിട്ടാണ് സുധാകരൻ ഇത് ചെയ്തിട്ടുള്ളത്. രണ്ട്, DCC അല്ലെങ്കിൽ KPCC അറിഞ്ഞിട്ടില്ല എന്നുള്ള സാധനം വരുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത് ഫവാസെ, ഈ K. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഫവാസ് പറഞ്ഞതുപോലെ കോൺഗ്രസ്സിലെ ഒരു സിംഹം തന്നെയാണ് അദ്ദേഹം. പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള മേഖലയിൽ കോൺഗ്രസിനെ വളർത്തിയതിൽ ഏറ്റവും കൂടുതൽ പങ്ക് കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവായ സുധാകരന് തന്നെയാണ്. അവിടെ CPM-ൻ്റെ വിപ്ലവ പ്രസ്ഥാനക്കാരോട് അവരുടെ മുട്ടാളത്തരങ്ങളോടൊക്കെ അടിച്ചു നിൽക്കാൻ കെൽപ്പുണ്ടായിരുന്ന, അല്ലെങ്കിൽ ചങ്കുറ്റം കാണിച്ച, തൻ്റെ ഇടം കാണിച്ച ഒരു നേതാവ് K. സുധാകരൻ തന്നെയായിരുന്നു. എന്തടാ എന്ന് ചോദിച്ചാൽ ഏതടാന്ന് തിരിച്ചു ചോദിക്കുകയും ഒരു കരണത്തടിച്ചാൽ രണ്ട് കരണത്തും മാറി മാറി അടിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി എന്ന് കൃത്യമായി പറഞ്ഞ് CPM-ന് അതേ അർത്ഥത്തിൽ തന്നെ അടിക്ക് തിരിച്ചടി എന്ന നാണയത്തിൽ നേരിട്ട നേതാവ് തന്നെയാണ് K. സുധാകരൻ. നമ്മൾ അത്തരം പ്രവൃത്തികളെ ന്യായീകരിക്കുന്നതല്ല, എങ്കിലും K. സുധാകരൻ്റെ സ്വഭാവവിശേഷം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ K. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഈ KPCC പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹം സ്തുത്യർഹമായ പല സേവനങ്ങളും ചെയ്യേണ്ടേ. അതുവരെ ഇല്ലാത്തൊരു ഐക്യം കോൺഗ്രസിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചു. പ്രത്യേകിച്ച് യുവാക്കളെയൊക്കെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ ഒരുമിച്ച് നിർത്താനും അവരൊക്കെ ഒരു ആത്മവീര്യത്തോടു കൂടി ഞങ്ങൾക്കും ഒരു നേതാവുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനോട് കളിച്ചാൽ ഗാന്ധിയൻ മാർഗത്തിൽ കോൺഗ്രസ് ആണെന്ന് പറയാൻ ആദ്യമായിട്ട് ഒരു ആവേശം, അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ്, അല്ലെങ്കിൽ ഒരു അഭിമാനത്തോടെ വന്നത് ഒരു പക്ഷേ സുധാകരന്റെ കാലത്ത്. അതെ, കാരണം ഗാന്ധിയൻ സിദ്ധാന്തത്തിൽ മാത്രമല്ല, അത്യാവശ്യം വേണ്ടി വന്നാൽ ഞങ്ങൾ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാം. അനാവശ്യമായി ഇങ്ങോട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ തിരിച്ച് അതേ നാണയത്തിൽ ഞങ്ങൾക്കും പെരുമാറാൻ അറിയാം എന്നൊക്കെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി പറയാനും ആ രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ സമരരംഗത്ത് നിൽക്കാനും ഒക്കെ അവർക്കൊരു ആവേശമായി നിന്നത് K. സുധാകരൻ തന്നെയാണ്. എന്നാൽ K. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹം MP ആയിരുന്നു. എന്നാൽ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 മത്സരിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അന്ന് K. സുധാകരന് അങ്ങനെ രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഭാഗത്തു നിന്നൊരു ഉറപ്പ് കിട്ടിയിരുന്നു എന്നാണ് സുധാകരൻ പറഞ്ഞത്. അതിൻ്റെ സത്യാവസ്ഥ സുധാകരനും രാഹുൽ ഗാന്ധിക്കും മാത്രമേ അറിയൂ. അല്ല, അത് എനിക്കൊന്നും പല നേതാക്കന്മാർക്കും അന്ന് കൊടുത്തു. ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് കാര്യം. ഷാഫിനോട് അന്ന് പറഞ്ഞത്, വടകര പോയി മത്സരിക്കുമ്പോൾ പറഞ്ഞത് എന്തായാലും അടുത്ത ഇലക്ഷനിൽ എന്തായാലും ഷാഫി നിയമസഭയിൽ മത്സരിപ്പിക്കുക എന്നുള്ളതും അത് പാലക്കാട് തന്നെ ഷാഫിക്ക് ഉറപ്പ് കൊടുത്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാണ്. കാരണം ഷാഫി ബന്ധപ്പെട്ട പല ആൾക്കാരും ആ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഷാഫി പറമ്പിൽ പോലും ഈ ഇലക്ഷനിൽ, കേരള ഇലക്ഷനിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ പല നേതാക്കന്മാർക്കും അന്ന് AICC ഇത്തരത്തിലുള്ള ഉറപ്പ് കൊടുത്തിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ഇപ്പോൾ AICC പിന്നീട് അത് മാറ്റി പറഞ്ഞു. പക്ഷേ അതായിരിക്കും ചൊടിപ്പിച്ച്
ജയിപ്പിച്ചത് സുധാകരനെ തന്നെയല്ല. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ലോക്സഭയിൽ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം വല്ലാണ്ട് കുറയും. കാരണം ഈ പറഞ്ഞ 4-5 എംപിമാരാണ് അപ്പൊ രാജിവെക്കുക. അതെ. അപ്പൊ പിന്നെ അങ്ങനെ വരുമ്പോൾ അതും കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ തീർച്ചയായും അതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ നിലവിലെ MP മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു പാർലമെന്ററി രംഗത്ത് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത്. ഇനിയൊരു അടുത്തൊരു ഇലക്ഷൻ വന്ന് അതിൽ മത്സരിച്ച് വീണ്ടും അധികാര കേന്ദ്രങ്ങളിലേക്ക് സുധാകരൻ വരുമോ എന്നുള്ളത് വളരെ സംശയമാണ്. അദ്ദേഹത്തിൻ്റെ ആയുസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ല നമ്മൾ പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ തന്നെ അനാരോഗ്യം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അല്ലറ ചില്ലറ അസുഖങ്ങളൊക്കെ അദ്ദേഹത്തിനെ ബാധിക്കുന്നുണ്ട്. പണ്ട് ഓടി നടന്ന സുധാകരൻ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി, സ്പോർട്സ്മാൻ്റെ കരുത്തോടു കൂടി ഓടി നടന്ന സുധാകരനെ കേരളം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീര്യത്തിലും വാശിയിലൊന്നും കുറവില്ലെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇനി 5 കൊല്ലം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സുധാകരൻ മത്സരിക്കുകയും അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നത് പ്രായാധിക്യം തന്നെ അദ്ദേഹത്തെ പുറോട്ടടിക്കും. എന്നോട് പേഴ്സണലി ഞാൻ ചോദിച്ചാൽ ഞാൻ പറയും സ്വാഭാവികമായിട്ടും ബാക്കി ആർക്ക് കൊടുത്തില്ലെങ്കിലും സുധാകരന് ഈ പ്രാവശ്യം MLA സീറ്റ് കൊടുക്കണമെന്ന് എൻ്റെ പേഴ്സണലി എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാനൊരു അഭിപ്രായമായിരിക്കും ഞാൻ പറയാം. കാരണം ഇത്തരത്തിൽ ഇനി അദ്ദേഹത്തിന് ഒരു ചാൻസ് ഉണ്ടായിരിക്കില്ല. ഒന്ന് ഈ പ്രായാധിക്യം വളരെ തരത്തിലുള്ള പ്രശ്നമാണ്. മറ്റൊന്ന് കോൺഗ്രസിന് വേണ്ടി ഇത്തരത്തിൽ പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയാണ് അത്. എന്തുകൊണ്ടും മന്ത്രിസ്ഥാനം യോഗ്യത കൽപ്പിക്കുന്ന നേതാവാണ്, അർഹൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് കൂടിയായിരിക്കാം താൻ ഇക്കുറി നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ഇവിടെ വേറെ തലവേദനകളൊക്കെ വേറെ ഉണ്ടാകും. കാരണം സുധാകരൻ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ അതിലൊക്കെ വലിയ കടിപിടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് തന്നെയായാലും സുധാകരൻ മത്സരിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പാർലമെന്റിൽ നിന്നൊരു 5 MP മത്സരിക്കാൻ തയ്യാറായി ഇങ്ങോട്ട് വരും. അടൂർ പ്രകാശും ബെന്നി ബെഹനാനും അടക്കമുള്ള ആളുകളൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ പ്രാതിനിധ്യം കുറയും. പിന്നീട് ഇവിടെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ എന്താണ് ജാതി മത സമവാക്യങ്ങൾ അനുസരിച്ച് നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ആ സമവാക്യം കോൺഗ്രസിന് തെറ്റും. മാത്രമല്ല ഭരണവിരുദ്ധ വികാരത്തിൽ, പിണറായി വിരുദ്ധ വികാരത്തിൽ ഏത് വിധേനയും അധികാരം പിടിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന 105 സീറ്റിൽ കുറയാതെ 100-ലധികം സീറ്റിൽ കുറയാതെ ഭരണത്തിൽ വരും, അധികാരത്തിൽ വരും എന്ന് പറയുന്ന VD സതീശനൊക്കെ അത് വലിയ തലവേദനയായിട്ട് മാറുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എങ്കിലും ഇതൊക്കെ രമ്യമായി പരിഹരിച്ച് വീണ്ടും സുധാകരനെയൊക്കെ കൂടെ നിർത്തി കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ ജൈത്രയാത്ര നടത്തി തന്നെയാണ് 102 സീറ്റോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. അവിടെ ഈ പിണറായി വിജയനും അല്ലെങ്കിൽ ജയരാജത്രയങ്ങൾക്കൊക്കെ നേരിട്ട് നിന്ന് മുഖത്തോട് മുഖം നോക്കി ഏറ്റുമുട്ടാൻ പറ്റിയ നേതാവ് ആരാ എന്ന് ചോദിച്ചാൽ കണ്ണൂരിൽ നിന്ന് ഇപ്പോഴും ഒരേ ഒരു സ്വരം മാത്രം, ഒരേ ഒരു നേതാവിൻ്റെ പേര് മാത്രം കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ പറയുള്ളൂ, അത് സുധാകരേട്ടനാണ് എന്നെല്ലാവരും പറയും. അപ്പോൾ ആ ഒരു സ്വീകാര്യതയൊക്കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഉണ്ട്. പാർട്ടിക്കകത്ത് മുതിർന്ന നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരവും ബഹുമാനവും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇലക്ഷനിൽ ഇങ്ങനെ ഒരു പിന്തള്ളൽ ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വ്യക്തിപരമായി ഇപ്പോൾ ഫവാസ് പറഞ്ഞ പോലെ നമ്മളോട് ചോദിച്ചാൽ അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനത്തിൻ്റെയൊക്കെ അർഹൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും പ്രായവും ഒക്കെ പരിഗണിക്കുമ്പോൾ ഇനി ഒരു ടൈം കിട്ടിക്കൊള്ളണം എന്ന് സാധ്യതയില്ല. അതെന്ത് തന്നെയായാലും ഇപ്പോൾ VD സതീശൻ്റെ തട്ടകമായ എറണാകുളത്ത് വന്നിട്ട് ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ഒരു പദ്ധതിക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതും നോക്കണം, നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേര് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ KC വേണുഗോപാൽ, ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല, പിന്നീടാണ് VD സതീശൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ വലിയ സൗഹാർദ്ദത്തോടുകൂടി കഴിയുന്ന ആളുകളാണെങ്കിലും പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു ഇവരൊക്കെ തമ്മിൽ എന്നുള്ളത് വ്യക്തം തന്നെയാണ്. അങ്ങനെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല എന്താണ് സമൂഹത്തിൽ വളരെയധികം പേരെടുത്തൊരു പരിപാടി തന്നെയാണ് ലഹരിവേട്ട. പേരെടുത്ത പരിപാടി മാത്രമല്ല, വളരെ ഫലപ്രാപ്തിയിലെത്തി കേരളത്തെ ഞെട്ടിച്ച് തന്നെയാണ് അദ്ദേഹം ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യം അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായപ്പോഴും അദ്ദേഹത്തിന്റെ വേറൊരു ഓപ്പറേഷൻ കുബേര, അത് വലിയ തരത്തിൽ പ്രശസ്തി നേടുകയും എല്ലാവരും ചർച്ചാ വിഷയമാക്കുകയും ചെയ്ത പലിശക്കാരെ ഒഴിവാക്കി. പിണറായി വിജയന്റെ 10 വർഷക്കാലം എന്താ പറയാ, അദ്ദേഹത്തിന് തകർന്ന് ആടുമ്പോഴും ആൾക്കാർ ഓർത്തിരുന്ന ഒരേ ഒരു കോൺഗ്രസിന്റെ പരിപാടി ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയുടെ ഈ പ്രോഗ്രാം മാത്രമായിരുന്നു. ഇത്തരത്തിൽ ഇപ്പോഴും ആൾക്കാർ വലിയ തരത്തിൽ സോഷ്യൽ മീഡിയ വരെ കൈയടിക്കുന്ന ഒരുപക്ഷെ അമ്മമാരും അച്ഛന്മാരും ഒരു കൂടെ നിൽക്കുന്ന ഒരു പ്രക്രിയ, ഒരു മുന്നേറ്റം, ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഈ സാധനം. യുവതയെ ഏറ്റവും കൂടുതൽ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ യുവതയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മാരകമായ വിപത്ത്, ഒരുപക്ഷെ നമ്മൾ ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ ക്യാൻസറിനേക്കാൾ വലിയ വിപത്ത് തന്നെയാണ്. നോക്കൂ, നമ്മുടെ ഈ അടുത്ത പ്രദേശമായ പെരുമ്പാവൂരിൽ നിന്ന് ഏതാണ്ട് 18 കോടി രൂപയുടെ, 18 ലക്ഷമല്ല 18 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു എന്ന് പറയുമ്പോൾ
വളരെ നിഷ്പക്ഷമായ രീതിയിലുള്ള ഒരു അന്വേഷണം അവിടെ നടന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ നമുക്ക് ആ കാര്യത്തിൽ അഭിനന്ദിക്കാതെ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കെ സുധാകരൻ എറണാകുളത്ത് വരുന്നു. എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ, തണ്ടർ തൂഫാൻ എന്നൊക്കെ പറഞ്ഞ് ലഹരിക്കെതിരെയുള്ള ഈ പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു അനുമോദന യോഗം നടക്കുന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകളാണ് കെ സുധാകരനെ വെട്ടിലാക്കിയത്. കാരണം എറണാകുളത്തും മട്ടാഞ്ചേരിയിലും അറിയപ്പെടുന്ന ചില ഗുണ്ടാ നേതാക്കളും മാഫിയ സംഘങ്ങളും ഒക്കെയാണ് ആ പരിപാടിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് പിന്നീട് കെ സുധാകരൻ ആ പരിപാടിയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഉള്ള ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നപ്പോഴാണ് കണ്ടത്. അത് കണ്ട് കോൺഗ്രസ് നേതൃത്വം തന്നെ ഞെട്ടി. രമേശ് ചെന്നിത്തല തന്നെ ഞെട്ടിയിട്ടുണ്ടാവും. കാരണം ഗുണ്ടാ ലിസ്റ്റിലുള്ള പല ആളുകളെയും ഒതുക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ. എന്തായാലും അത്തരം ഒരു പശ്ചാത്തലമുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ കെ സുധാകരൻ പങ്കെടുത്ത ചടങ്ങിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ വിരളി പിടിപ്പിച്ചത്. അപ്പോൾ വി ഡി സതീശൻ്റെ തട്ടകത്തിലെത്തി വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ അവർ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മുതൽ തുടങ്ങിയ ഒരു ശീതസമരം തന്നെയാണ്. അതിപ്പോഴും പൂർവാധികം ശക്തിയായി മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്കിടയിൽ പ്രശ്നമില്ല എന്ന് പലവട്ടം സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെയല്ല എന്ന് പലപ്പോഴും സാമാന്യേന ജനങ്ങൾക്ക് ബോധ്യമാവുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതികളും കെ സുധാകരൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും വി ഡി സതീശൻ എറണാകുളം ജില്ലക്കാരനാണ്. എറണാകുളം ജില്ല ആ തട്ടകത്തെത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി കെ സുധാകരൻ സംഘടിപ്പിച്ചു എന്ന് പറയുന്നില്ല, അദ്ദേഹം അതിൽ സംബന്ധിച്ചു. ഇത് വിവാദമായി കഴിഞ്ഞപ്പോൾ DCC തന്നെ പറഞ്ഞു, ഈ പരിപാടിയിൽ പങ്കെടുത്ത ഗുണ്ടാ നേതാക്കളെയൊക്കെ കണ്ടപ്പോൾ DCC ഇത്തരം ഒരു പരിപാടി അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ആലോചിച്ചുകൊണ്ടല്ല പരിപാടി നടത്തിയിരിക്കുന്നത്, കെ സുധാകരൻ്റെ വ്യക്തി താല്പര്യം കൊണ്ട് നടത്തിയതാണ് എന്നുള്ളൊരു അറിയിപ്പ് വന്നു കഴിഞ്ഞപ്പോൾ സുധാകരൻ അപ്പോൾ തന്നെ അതിന് മറുപടി കൊടുത്തു. അനൗദ്യോഗികമായ പരിപാടിയാണ്, ഞാൻ അതിലാണ് പങ്കെടുത്തത്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ഒരു പരിപാടി അഭിനന്ദിക്കപ്പെടേണ്ട ഒരു പരിപാടി തന്നെയാണ്, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതാണ്, അതുകൊണ്ടാണ് അതിൽ പങ്കെടുത്തതെന്ന് പറഞ്ഞിട്ട് തൽക്കാലം ആ ഒരു പരിപാടി ഒതുങ്ങിയെങ്കിലും ഇപ്പോഴും വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിക്കും മുൻ KPCC പ്രസിഡന്റായ കെ സുധാകരനും ഇടയിലുണ്ടായിരുന്ന ആ ശീതയുദ്ധത്തിൻ്റെ മഞ്ഞുരുകിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നാളെ ഇതിനെ ചൊല്ലി ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വി ഡി സതീശൻ്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടില്ല. രമേശ് ചെന്നിത്തലയും ഈ സമയം വരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും എറണാകുളം DCCയുടെ വക്താവായ മുഹമ്മദ് ഷിയാസ് വി ഡി സതീശൻ്റെ വലങ്കൈ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും DCC അറിയാതെ കെ സുധാകരൻ ഇത്തരം പരിപാടിയിൽ സംബന്ധിച്ചു എന്ന് പറയുമ്പോൾ അത് DCC വക്താക്കൾക്കും വലിയ മാനക്കേടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തന്നെയുള്ള ഒരു പരിപാടിയാണ്. ഇതിന് കെ സുധാകരൻ എന്തായാലും വീണ്ടും പാർട്ടിക്ക് വിശദീകരണം നൽകേണ്ടി വരും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും അതെന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.